നമസ്കാരം, ഇത് IBN മലയാളം. യാക്കോബായ വിശ്വാസികളോടാണ്. ശ്രേഷ്ഠൻ്റെ വിൽപത്രത്തെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ. മെത്രാധിപത്യം എവിടെയാണ്? അൽമായക്കാർക്ക് എന്തൊക്കെയാണ് അധികാരങ്ങൾ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. യാക്കോബായ വിഭാഗം പ്രാദേശിക വിഭാഗം തലവനായിരിക്കെ കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 2021 ഏപ്രിൽ മാസം 4-ാം തീയതി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിൽപത്രത്തിൻ്റെ പേജ് 8-ൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. എന്നാൽ അപ്രകാരമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ അതാത് കാലത്ത് അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈക സിംഹാസനത്തിൽ വാണരുളുന്ന പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസ് ബാവയുടെയും പരിശുദ്ധ സഭാ സുന്നകദോസിൻ്റെയും സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെയും രേഖാമൂലമുള്ള അംഗീകാരം വാങ്ങിയിരിക്കേണ്ടതാകുന്നു. നോക്കൂ, 1889 റോയൽ കോർട്ട് വിധി മുതലുള്ള സകല കോടതി വിധികളും മലങ്കരയിൽ പാത്രിയാർക്കീസിന് യാതൊരുവിധ ലൗകിക അധികാരങ്ങളും ഇല്ലെന്ന് തുടരെ ആവർത്തിച്ച് വിധിച്ചിരിക്കുമ്പോഴാണ് പാത്രിയാർക്കീസിന് മലങ്കരയിൽ ഇല്ലാത്ത അധികാരം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. യാതൊരുവിധ മുതൽ മുടക്കമില്ലാത്ത പാത്രികീസിന് മുമ്പിൽ താണ് കുനിഞ്ഞ് അടിമത്തം സ്വയം ഏറ്റെടുക്കുന്ന വിവരദോഷം ലോകത്തിൽ ആരെങ്കിലും കാട്ടുമോ? എന്നാൽ ഈ യാക്കോബ്യർ നാഴികയ്ക്ക് 40 വട്ടവും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ സർവത്ര വൈദികാധിപത്യവും മെത്രാധിപത്യവുമാണെന്നും വിശ്വാസികൾ 1934 അടിമകളാണെന്നും അൽമായക്കാർക്ക് ഒരു അധികാരവുമില്ലെന്നും വാദിക്കുന്ന യാക്കോകളൊന്ന് പറയുക. ശ്രേഷ്ഠൻ പാത്രികീസ് ഈ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയൊക്കെ അധികാരം എഴുതി നൽകിയപ്പോൾ അതിനു മുന്നേ അൽമായക്കാരുടെ അനുവാദം വാങ്ങിയിരുന്നു. ഇതിൽ എന്തെങ്കിലും വസ്തുവകകൾ അദ്ദേഹം സ്വന്തം ചെറുവിള്ളിൽ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്നതാണോ? അല്ലല്ലോ. അപ്പോൾ എവിടെയാണ് മെത്രാധിപത്യം എന്ന് ചിന്തിക്കുക. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് മെത്രാന്മാർക്ക് സ്വത്ത് സംബന്ധമായി യാതൊരു അധികാരവും സ്വന്തമായി എടുക്കാൻ പറ്റില്ല. 1934 ആർട്ടിക്കിൾ 23 ഇപ്രകാരം പറയുന്നു: പള്ളി ഇടവകയ്ക്ക് സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുകയോ പള്ളി ഇടവകയിലെ സ്ഥാവര വസ്തുക്കൾ ഏതെങ്കിലും തീറുകൊടുക്കുകയോ കടപ്പെടുത്തുകയോ ചെയ്യണമെന്നിരുന്നാൽ ഇടവക യോഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചും ഇടവക മെത്രാപ്പൊലിത്തയുടെ രേഖാമൂലമായ സമ്മതത്തോടു കൂടിയും വികാരിയും കൈക്കാരനും കൂടി ചെയ്യേണ്ടതാകുന്നു. ഇതിലെവിടെയാണ് പള്ളി മുതൽ ഇടവക മെത്രാപ്പൊലിത്തയ്ക്ക് വിറ്റുകൊണ്ട് പോകാമെന്ന് എഴുതിയിരിക്കുന്നത്? എന്നാൽ മെത്രാപ്പൊലിത്ത അറിയാതെ ഒരു ഇടവകയിൽ ഇത്തരത്തിൽ ഒരു തരികിടയും സാധ്യമാകില്ല. ഇതൊരു സംസ്ഥാനത്തിൽ ഗവർണറുടെയും ഇന്ത്യ മഹാരാജ്യത്ത് പ്രസിഡന്റിൻ്റെയും വിവേചന അധികാരത്തിന് സമം. അസംബ്ലിയോ പാർലമെൻറ്റോ തീരുമാനിക്കുന്ന കാര്യങ്ങൾ വിവേചന അധികാരത്തിലൂടെ ഗവർണറോ പ്രസിഡൻറ്റോ ഒപ്പുവെച്ചാൽ മാത്രമേ അത് നിയമമാകൂ. അതുമാത്രമാണ് 1934 അനുസരിച്ച് മെത്രാന്മാരുടെ അധികാരം. 1934 ഭരണഘടന അനുസരിച്ച് വൈദികരുടെയും അൽമായരുടെയും വെവ്വേറെ ഭൂരിപക്ഷം കിട്ടിയെങ്കിലേ മെത്രാപ്പൊലിത്ത ആവുകയുള്ളൂ. യാക്കോബയിൽ എത്ര പേരെയാണ് അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്? കോടികൾ കൈമുത്തുന്ന പേരിൽ കൈക്കൂലി കൊടുത്ത് പൗരോഹിത്യവും മേൽപ്പെട്ട സ്ഥാനങ്ങളും കൈവശമാക്കിയെന്ന് നിങ്ങൾക്കെതിരെ ആരോപണമില്ലേ? അതുകൊണ്ട് യഥാർത്ഥ അടിമകൾ ആരാണെന്ന് നിങ്ങൾ പരസ്പരം ചോദിക്കുക. ന്യൂസ് ഡെസ്ക് IBN മലയാളം.